Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Yes. Good afternoon. Prayer ആരാണ്? ഞാനാണ്. Okay. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാൻ ഞങ്ങൾക്കുള്ളിൽ എന്നുമെന്നും അടിയാതെ തോന്നണമേ. ദൈവമേ നീ പാദപൂജ ചെയ്തിടുവാൻ ഞങ്ങൾക്കുള്ളിൽ എന്നുമെന്നും അടിയാതെ തോന്നണമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണ് ദൈവമെന്നും തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാൻ ഞങ്ങൾക്കുള്ളിൽ എന്നുമെന്നും അടിയാതെ തോന്നണമേ. അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നുമുള്ളവരെ സ്നേഹമോടെ കുമ്പിടുവാൻ തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാൻ ഞങ്ങൾക്കുള്ളിൽ എന്നുമെന്നും അടിയാതെ തോന്നണമേ. എന്നുമെന്നും അടിയാതെ തോന്നണമേ. Okay. Thank you, useful. Then thought of the day. ഞാനാണ് മിസ്. Okay. A beautiful dress can change the personality, but beautiful behavior can change the life. മനോഹരമായ വസ്ത്രധാരണത്തിന് വ്യക്തിത്വത്തെ മാറ്റാൻ കഴിയും, എന്നാൽ മനോഹരമായ പെരുമാറ്റത്തിന് ജീവിതത്തെ മാറ്റാൻ കഴിയും. നല്ല thought. Then sign in. സൈനിന് മിസ് ആരും പേര് തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെറിയൊരു ആക്ഷൻ സോങ്ങോട് കൂടിയിട്ട് സൈൻ ഇൻ ചെയ്യും. How many fingers on one hand? How many fingers on one hand? How many fingers on one hand? Let's all count together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many fingers on two hands? How many fingers on two hands? How many fingers on two hands? Let's all count together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
1, 2, 3, 4, 5, 6, 7, 8, 9, 10. Clap, clap, clap your hands. Clap, clap, clap your hands. Clap, clap, clap your hands. Clap your hands with me. Thank you. Thank you. Nice. Thank you, Miss Moore. ആരും വരുന്നില്ല ചലഞ്ച് ചെയ്യാനൊന്നും ആരും മുമ്പോട്ട് വരുന്നില്ല. എന്താണ് ദിവ്യ? ആരാ പറഞ്ഞത്? എന്താ മിസ്? ആരെന്ത് പറഞ്ഞല്ലോ? ദിവ്യാണോ? ഫർസാന പറഞ്ഞതാ, ആരും സൈൻ ഇന്നോ ഒന്നിനും മുന്നോട്ട് വരുന്നില്ല. ഇപ്പൊ ലീഡേഴ്സും ഇല്ല ക്ലാസ്സില്. ആരും ഒന്നിനും തയ്യാറായി. ചെയ്തോരെല്ലാം നമ്മള് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാന് മുന്നോട്ട് വരാത്ത എന്താണ്? എനി ഇഷ്യൂസ്? അറിയില്ല, ആർക്കും താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ ശരിയാവില്ലല്ലോ. എന്താണ് നിങ്ങൾ എങ്ങനെ? ആദ്യമൊക്കെ ലീഡേഴ്സും ഉണ്ടായിരുന്നു. ഇപ്പൊ 2-3 ആഴ്ചയായിട്ട് ലീഡേഴ്സും ഇല്ല. പ്രോഗ്രാമിനും ആരും മുമ്പോട്ട് വരുന്നില്ല. ചെയ്തവരന്നെ ചെയ്തവരന്നെ. ലീഡേഴ്സ് മാറുന്നത്? എന്താ മിസ്സേ? വീക്കെൻഡിലാണോ ലീഡേഴ്സ് മാറി മാറി വരുന്നത്? അതെ അതെ. ഇത് ലീഡേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഓരോരുത്തരും പോയി പേഴ്സണലായിട്ട് വിളിച്ചിട്ട് നീ ചെയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണോ. ആരും മുന്നോട്ട് വരില്ല. അതുകൊണ്ട് ലീഡർ സ്ഥാനം ഏറ്റെടുക്കാൻ ആർക്കും താല്പര്യമില്ല. ലീഡേഴ്സ് ആണ് ആരും തരുന്നില്ല. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യുക. അതല്ലാതെ തന്നെ ഞാൻ എന്താ പറയുന്നത്, പറഞ്ഞാലല്ലേ പറ്റുള്ളൂ. നമ്മളെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? ഒരു 10-15 കുട്ടികളുണ്ട് ടീച്ചറെ, അവര് മാത്രം ചെയ്യുള്ളൂ. പിന്നെ വേറെ ആരും ചെയ്യില്ല. ഇത്രയും കുട്ടികളുണ്ട്, പക്ഷെ അവരൊന്നും നമുക്കൊന്നും അത് ബാധകമല്ല എന്ന രീതിയിലാണ് എല്ലാരും. അതിന് പാടില്ല. സ്ട്രിക്ട്ലി വാൺ ചെയ്യാണ്. എല്ലാവരും തന്നെ എന്താണ് പ്രയറും പാടണം. അതുപോലെ തന്നെ തോട്ട് ഓഫ് ദി ഡേ പറയണം, സൈനിങ് ചെയ്യണം. അത് ക്ലാസ്സിന്റെ സ്ട്രക്ചർ ആണ്. നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ മാറ്റിക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, യെസ്. എല്ലാവർക്കും പെസഹ തിരുനാൾ ആശംസകൾ. പെസഹ വേണമല്ലേ? അതെ മിസ്. അതെ മിസ്. അതെ. നിങ്ങള് പെസഹ അപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കി കഴിച്ചു മിസ്സേ രാവിലെ. വൈകിട്ടല്ലേ ഉണ്ടാക്കണ്ടേ? വൈകിട്ടല്ലേ? രാവിലെ അല്ല, ഉണ്ടാക്കോ? ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ആയിരുന്നു പള്ളിയിൽ. ഓക്കെ, ഉണ്ടാക്കണം വൈകിട്ട്. ഞാൻ എല്ലാ കൊല്ലം ഉണ്ടാക്കാറുണ്ട്. പഠിച്ചത് ഉണ്ടാക്കാൻ 5-6 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇഷ്ടമാണ് അത് കഴിക്കാൻ. നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കി കഴിക്കട്ടോ. നല്ല ടേസ്റ്റ് ആണ് അപ്പം. പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. നമ്മള് സാധാരണ കഴിക്കുന്ന അപ്പം പോലെ അല്ല, ഇൻസ്റ്റന്റ് ആയിട്ട് മാവിലടിച്ച് ചെയ്യുന്നോണ്ട് ആ ഒരു ടേസ്റ്റ് ആണ്. അത് അങ്ങനെ തന്നെ കഴിക്കണം. അല്ല, പാലിൽ ഊറ്റി തന്നെ അത് കഴിക്കണം. ഓക്കെ, ദിശ കയറിയിട്ടില്ലേ ക്ലാസ്സില്? ദിശ ഉണ്ട് ടീച്ചറെ, ഉണ്ട്. എവിടെയായിരുന്നു? കുറെ ദിവസമായി കണ്ടിട്ട്. കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഉണ്ടായിരുന്നു ടീച്ചർ, അതുകൊണ്ട് കേറാനോ ഒന്നും പറ്റിയില്ല കൃത്യമായിട്ട്. ഓക്കെ, yes, unit 8, good manners. നാഷണൽ ഇന്റഗ്രേഷനെ കുറിച്ച് എല്ലാവരുടെ അടുത്തും ഒരു പേജ് എഴുതിയിട്ട് തരാൻ പറ്റുന്നുണ്ട്. എഴുതി വെച്ചാൽ മതി കേട്ടോ. ലാസ്റ്റ് പറയാം. യൂണിറ്റ് 8, ഗുഡ് മാനേഴ്സ്. നോക്കാതെ പറയാൻ പറ്റുമോ നാഷണൽ ഇന്റഗ്രേഷൻ ആരെങ്കിലും എഴുതിയത്? ദിവ്യ എഴുതിയിട്ടുണ്ടോ? ദിവ്യ? ഇല്ല മിസ്, ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ, വിസ്മുളോ? ഇല്ല മിസ്സേ, ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ അറിഞ്ഞിരുന്നു. ഗുഡ് മാനേഴ്സ്. മാനേഴ്സ് വിത്ത് ഫ്രണ്ട്സ്. അപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനേഴ്സ്. നമ്മള് കുട്ടികളെ പരിശീലിപ്പിക്കേണ്ട കുറച്ച് മാനേഴ്സ്, ടീച്ചർ പഠിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ? ടീച്ചറിൽ നിന്ന് കുട്ടികളെ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട് ഇവിടെ. ബാത്റൂം മാനേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ട്സിനോടുള്ള മാനേഴ്സ് എങ്ങനെയായിരിക്കണം, ബെഡ്റൂം മാനേഴ്സ് എങ്ങനെയായിരിക്കണം, ജനറൽ മാനേഴ്സ് എന്ന രീതിയിലാണ് അവിടെ പറയുന്നത് അല്ലെ? പല രീതിയിൽ. ഓക്കെ,
Friends in need is a friend indeed. Good friend is a must for everybody. ആരെങ്കിലും ഒരാളൊന്ന് വായിക്കാമോ? വായിച്ചു. ഞാൻ വായിക്കാം മിസ്സേ. Man is with the friend. Friend in need is a friend indeed. Good friend is a must for everybody. So we have good friends and maintain the friendship even with an empathetic mind. Teachers should assert the importance of good friendship and give some instructions on how to maintain friendship through manners. Yes, very good. അല്ലേ? Friend in need is a friend indeed. എന്താണ്? ആവശ്യമുള്ള ഒരു സുഹൃത്ത് തീർച്ചയായും ഒരു സുഹൃത്ത് തന്നെയാണ് അല്ലെ. സുഹൃത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കിപ്പോ ഈ ചൈൽഡ്ഹുഡിൽ നിന്നാണ് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ആദ്യം തന്നെ വളർത്തുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഒരു ഗുഡ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഗുഡ് ഫ്രണ്ട് ഈസ് എ മസ്റ്റ് ഫോർ എവരിബഡി എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും അത്യാവശ്യമായിട്ട് ഒരു ഗുഡ് ഫ്രണ്ട് വേണം. അനിവാര്യമാണ് നല്ലൊരു സുഹൃത്ത് എന്ന് പറയുന്നത് അല്ലെ. സോ യു ഹാവ് good friends and maintain the friendship even with an empathetic mind. നമ്മള് നല്ല ഫ്രണ്ട്സിനെ, നല്ല കൂട്ടുകാരെ നമ്മൾ എപ്പോഴും എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ലൈഫ് ലോങ്ങിൽ ത്രോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്താണ് അത്രയും നല്ലത് അല്ലെ. അപ്പൊ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന സൗഹൃദങ്ങളാണെങ്കിലും പ്യുവറായിട്ട് നമുക്ക് എപ്പോഴും നല്ല ബന്ധങ്ങളായിട്ട് മനസ്സിൽ നിലനിൽക്കുന്നത്. ഓക്കെ, ഒരു എംപതറ്റിക് മൈൻഡോട് കൂടി ആയിരിക്കണം അവരെ നമ്മള് നോക്കി കാണേണ്ടത്. എംപതറ്റിക് മൈൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സഹാനുഭൂതി. ഓക്കെ. Teachers should assert the importance of good friendship and give some instructions on how to maintain friendship through manners. Teachers' duty എന്ന് പറയുന്നത് എന്താണ്? Teachers should assert the importance of good friendship and give some instructions on the how to maintain friendship through manners. അപ്പൊ ടീച്ചർ ഫ്രണ്ട്ഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് അല്ലെ. എന്താണ് ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ സുഹൃത്തിന്റെ അത്യാവശ്യം, സുഹൃത്ത് നമുക്ക് ആരാണ്, എങ്ങനെയായിരിക്കണം സുഹൃത്തെ കൊണ്ടുപോകേണ്ടത്, നല്ലൊരു രീതിയിൽ എങ്ങനെ ആ സുഹൃത്തും നമുക്ക് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങൾ, എന്നുള്ള നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? അധ്യാപകരാണ് അല്ലെ. അപ്പൊ നമ്മള് ഫ്രണ്ട്സിന്റെ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണം, നല്ല മാനേഴ്സ് അവരിലും കാണിക്കണം അല്ലെ. നമ്മള് എല്ലാം ഓപ്പൺ ആണെങ്കിൽ കൂടി എന്താണ് അവരിലും എന്തും കാര്യങ്ങളും നമ്മള് നല്ല മര്യാദയോട് കൂടി തന്നെയായിരിക്കും നമ്മുടെ ഫ്രണ്ട്സിനെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി ബാത്റൂം മാനേഴ്സ് ഒരാളൊന്ന് വായിക്കാമോ? ദിശ ഒന്ന് വായിച്ചേ. ദിശ. ശീല. ഷാരിബ ഉണ്ടോ? ഞാൻ വായിക്കട്ടെ മിസ്സേ. ഉണ്ട്, എനിക്ക് റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്. ഇവിടെ കുട്ടികളാണെങ്കിൽ ഭയങ്കര കച്ചറിയാ. ഞാൻ വായിക്കട്ടെ മിസ്സേ. ഓക്കെ, While taking a bath, how to behave in a must every day. Using others' soap, towels, dip paper are bad. Calligraphy on the walls, drawing pictures on the bathroom door, and putting wastes are too bad. So correct the students and give the right instructions while they go to the bathroom and toilets. Give strict commands when you send the students for the intervals. Go one by one, go silently, do not scribble, do not pull or push others. Pour enough water. Wash and feet, hands and feet. Do not bring the water in the bathroom. Put the dippers at right place. Use the toilet properly. Put the zip correctly and carefully, etc. The above instructions definitely guide students in the right way. In this way, they can get good bathroom behavior. ബാത്റൂം മാനേഴ്സ് ആണ്. ബാത്റൂമിന്റെ മാനേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെ, അല്ലെ. എന്താണ് ബൈ ടേക്കിംഗ് ബാത്ത് ഹൗ ടു ബിഹേവ് ദ മസ്റ്റ് എവറി ഡേ. ബാത്റൂമിൽ നമ്മൾ ഗുഡ് മാനേഴ്സ് തന്നെയായിരിക്കണം കാണിക്കേണ്ടത്. പ്രത്യേകിച്ച് എങ്ങനെയൊക്കെ ആയിരിക്കണം? യൂസിങ് അതേഴ്സ് ഓഫ് ടവൽസ്. എന്താണ്
മറ്റുള്ളവരുടെ സോപ്പും ടവലും യൂസ് ചെയ്യരുത്. യൂസ് ചെയ്യാൻ പാടുണ്ടെന്നാണോ ചെയ്യണമെന്നാണോ പറയുന്നത്? ചെയ്യരുത്. 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 യൂസിങ് അതേഴ്സ് ഓഫ് ടവൽസ്. Then tip ears are bad. ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ടിപ്പ് ears are bad. മുക്കുക എന്നുള്ള അർത്ഥല്ലേ? മുക്കിപ്പിഴിയൽ എന്നുള്ള മുക്കുക, ഡിപ്പ് ചെയ്യുക. അതായത് ബാഡ് തിങ്സ് ആണ് അത്. കുട്ടികളെ ചില മോശമായിട്ടുള്ള ആക്ടിവിറ്റീസിൽ കാണിക്കാറുണ്ട്, കണ്ടിട്ടില്ലേ ബാത്റൂമിലെ? അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള മോശമായ പ്രവണതകൾ കാണിക്കും. അത് മാനേഴ്സ്, നല്ലൊരു ഗുഡ് മാനേഴ്സിന്റെ ഭാഗമായിട്ടല്ല, അത് മോശമായിട്ടൊരു പ്രവൃത്തിയാണ്. ദെൻ കാക്കോഗ്രഫി എന്ന് വെക്കട്ടെ കേട്ടോ. കാക്കോഗ്രഫി ഓൺ ദ വാൾസ്. എന്താണ് കാക്കോഗ്രഫി ഓൺ ദ വാൾസ് എന്ന് പറയുന്നത്? അതായത് ചുമരിലൊക്കെ ഇങ്ങനെ വരയ്ക്കില്ലേ, അതല്ലേ? ഡിഫിക്കൽറ്റി ടു റീഡ് ആണത്. അതായത് ബാഡ് ലാംഗ്വേജിലായിരിക്കും, ബാഡ് വേർഡ്സിൽ കറക്റ്റ് സ്പെല്ലിങ്ങിലൊന്നും ആയിരിക്കില്ല, ബാഡ് ആയിട്ടായിരിക്കും ഇത് എഴുതി വെക്കുന്നത്, അല്ലെ? കുത്തി വരയ്ക്കാന്നൊക്കെ പറയില്ല നമ്മള്. ഓക്കെ, അത്തരത്തിലും ആക്ടിവിറ്റീസിൽ കുട്ടികൾക്ക് കാണിക്കുന്നതാണ്. അത് ബാഡ് മാനേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ ഡ്രോയിങ് പിക്ചേഴ്സ് ഓൺ ദ ബാത്റൂം ഡോർ. എന്താണ്? ബാത്റൂമിന്റെ ഡോർസിൽ പിക്ചേഴ്സ് വരച്ചിടാം തോന്നിയ പോലെ. അതായത് നല്ല ചിത്രങ്ങളായിരിക്കില്ല, മോശമായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും വരയ്ക്കുന്നതെങ്കിൽ, ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും ലൈൻസ് അങ്ങനെ എന്തെങ്കിലും വരയ്ക്കും. And putting waste as to bag. എന്താണ്? Putting waste as to bag. ഇനി കുഞ്ഞുങ്ങൾ ബാത്റൂമിൽ വേസ്റ്റ് ഒക്കെ ഇടുന്നത് വളരെ മോശമാണ്. ബാത്റൂമിനകത്ത് വേസ്റ്റ് ഇടോ കുട്ടികള്? സോപ്പിന്റെ കവറൊക്കെ ഇടില്ലേ ടീച്ചറെ? യെസ്, സോപ്പിന്റെ കവർ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ബാത്റൂം യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പൈപ്പൊക്കെ അല്ലെങ്കിൽ മറ്റേ എക്സോസ്റ്റ് എടുത്തിട്ട് തോന്നിയ പോലെയൊക്കെ എനിക്ക് ഇടുന്നത്, അല്ലെ? ടിഷ്യൂ പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ ഇടില്ലേ കുട്ടികള്? പേപ്പേഴ്സ് പിച്ച് ചെയ്തിട്ട് അല്ലെ, കീറിയായിട്ട് എടുത്ത് കളയും, അല്ലെങ്കിൽ വളരെ മോശമായിട്ടാണ് ബാത്റൂം യൂസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടുള്ളത് ഗുഡ് മാനേഴ്സിൽ ഉൾപ്പെടുന്നതല്ല. സോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ കാണുമ്പോൾ ടീച്ചേഴ്സ് അതിനെ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എസ്പെഷ്യലി ടീച്ചേഴ്സിന് മുമ്പ് തന്നെ പാരന്റ്സ് തന്നെ എനിക്ക് അത് ക്ലിയർ ആയിട്ട് ചെയ്യേണ്ടത്. സോ കറക്റ്റ് ദ സ്റ്റുഡൻസ് ആൻഡ് ഗീവ് ദ റൈറ്റ് ഇൻസ്ട്രക്ഷൻ when they go to the bathroom and toilets. അപ്പൊ ബാത്റൂമിൽ എങ്ങനത്തെ മാനേഴ്സ് ആയിരിക്കും കുട്ടികൾ സ്വീകരിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. Then give strict commands when you send students for the intervals. കുട്ടികൾ ഇന്റർവെൽസിന് പുറത്തിറങ്ങുന്ന ടൈമില് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമാൻഡ് ചെയ്തിരിക്കണം. എന്താണ്? ബാത്റൂം എങ്ങനെ യൂസ് ചെയ്യണം, എത്ര ടൈമിനുള്ളിൽ പോയി തിരിച്ചു വരണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ വരെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ ബാത്റൂമിനകത്താണെങ്കിലും അതിൽ ആക്ടിവിറ്റീസ് കുട്ടികൾ ചെയ്യുന്നത്, എന്തെങ്കിലും ക്രൈം ഒക്കെ വരുന്നത് ആ ഒരു സമയത്താണ്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ കമാൻഡ്സ് കൊടുത്ത് കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം ഇടവേളകളിൽ ഇന്റർവെൽ ടൈമിലെ കുട്ടികളെ പുറത്തേക്ക് അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് അയക്കാനായിട്ട്. യെസ്, then go one by one. പിന്നെ എങ്ങനെയായിരിക്കും നമുക്ക് പോവേണ്ടത് ബാത്റൂമിനകത്തേക്ക്? ഓരോരുത്തരായിട്ട് പോകണം. വൺ ബൈ വൺ ആയിട്ട് അല്ലെങ്കിൽ സൈലന്റിലായിട്ട് പോകണം. നോട്ട് സ്ക്രൈബിൾ. സ്ക്രൈബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടം കൂടി എന്താണ്? കൂട്ടം കൂടി എല്ലാരും കൂടെ ഒരുമിച്ച് പോകരുത്. കൂട്ടം കൂടി അങ്ങനെ പോകരുത്. അപ്പൊ എന്താണ്? വീഴാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? ഡു നോട്ട് പുൾ ഓർ പുഷ് അതേഴ്സ്. നമ്മള് വലിയ കുട്ടികളെ തള്ളൊന്നും പുഷ് ചെയ്യുകയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ലൈനായിട്ട് പോകുന്ന സമയത്ത് എന്താണ്? മറ്റു കുട്ടികളും വീഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ for enough water. എന്താണ്? വെള്ളം ഉപയോഗിക്കുക. വെള്ളം ബാത്റൂം യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുക. വെള്ളം ആവശ്യത്തിന് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം, അനാവശ്യമായിട്ട് ഒഴിച്ചു കളയാൻ ഒഴിക്കുക. പിന്നെ എന്താണ് നെക്സ്റ്റ് വരുന്നത്? കാലം കഴുകി എവിടെ എത്തി പോയിന്റ്? വാഷ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, അല്ലെ? കൈകാലങ്ങൾ നന്നായിട്ട് കഴുകുക. ഡു നോട്ട് ഡ്രിങ്ക് ദ വാട്ടർ ഇൻ ദ ബാത്റൂം. ബാത്റൂമിലെ വാട്ടർ നമ്മൾ ഒരിക്കലും കുട്ടികളെ കൊണ്ട് കുടിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലെ? ഓക്കെ, then put the clippers at right place. എന്താണ്? put the clippers at right place എന്ന് പറയുന്നത്? ടയപ്പറൊക്കെ ഇടാനുള്ള സ്ഥലത്ത് മാത്രം അത് ഇടുക, വലിച്ചെറിയാതല്ല. അതിനൊക്കെ ഡയപ്പറൊക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ.
ഡിസ്പോസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ടായിരിക്കും, ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്ന സാധനങ്ങൾ എവിടെ ആയിരിക്കും ഡിസ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കളർ കോഡിൽ അല്ലെങ്കിൽ ലേബിൾ ചെയ്ത് കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മാത്രം അറിയണം നമ്മള് കുട്ടികളെ ഡിസ്പോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ദെൻ യൂസ് ടോയ്ലറ്റ് പ്രോപ്പർലി, ടോയ്ലറ്റ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കണം. Then, but the sit correct, put the sit correctly and carefully, etc. അതായത് പ്രത്യേകിച്ച് ആൺകുട്ടികളോട് സ്ലിപ്പ് കറക്റ്റ് ആയിട്ട് ഓടുന്നതിനും അതുപോലെ തന്നെ ഇരിക്കുന്നതിനും കൃത്യമായിട്ടുള്ള ആ ഒരു രീതിയിൽ കുട്ടികളത് പരിശീലിപ്പിക്കണം. അത് വളരെ ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ. സ്ലിപ്പ് കറക്റ്റ് ആയിട്ട് തന്നെ കൂട്ടാനായിട്ടും കൂടാനായിട്ടും കുട്ടികളെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. Then, above session definitely guide students in the right way. In this way, they can get good back. അപ്പൊ കുട്ടികൾക്ക് ബാത്റൂമിൽ എന്തൊക്കെ രീതിയിൽ ബിഹേവ് ചെയ്യണം, ഏതൊക്കെ മര്യാദകളാണ് പാലിക്കേണ്ടത് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് അധ്യാപകരായിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുന്ന വഴി എന്താണ് കുട്ടികളിൽ നല്ലൊരു ബാത്റൂം മാനേഴ്സ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്, മനസ്സിലായോ അത് ബാത്റൂം മാനേഴ്സ് എന്താണെന്ന്? മനസ്സിലായി മിസ്. ഇനി നെക്സ്റ്റ് എന്താണ് ബെഡ്റൂം മാനേഴ്സ്. നെക്സ്റ്റ് ബെഡ്റൂം മാനേഴ്സ്, അതായത് കിടപ്പുമുറിയിലെ മര്യാദകൾ എന്തൊക്കെയാണ്? ഒരാൾ വായിക്കൂ, ഇപ്പൊ വായിക്കാറില്ല, ഞാൻ വിളിക്കുന്ന ആള് വായിക്കട്ടോ. കൃപ യേശുദാസൻ അല്ലെ? ഓക്കെ മിസ്, വായിക്കട്ടെ മിസ്. വായിച്ചോ. Bedroom manners. Early to rise, early to bed is must for all. That is very important to the students. Before going to bed, finish all the daily duties and say good night and good morning to your parents and pray to God. Early to boost is good for your health. So get up early, finish morning duties fastly and help their parents. If they can, start school at the correct time. For the above, teacher instruct to students as follows. Get up early to do things by yourself. Roll the bird neatly and carry it in the right place. Adjust with your parents in their work. Then only you can come to the school early. Okay. Yes, bedroom manners. Early to rise and early to bed is a must for all. എന്താണ് early to rise and early to bed is must for all എന്ന് പറഞ്ഞാൽ നേരത്തെ കൃത്യസമയത്ത് എഴുന്നേറ്റ് നേരത്തെ കൃത്യസമയത്ത് കിടക്കുക കിടക്കുക വളരെ അനിവാര്യമാണ്. നേരത്തെ എഴുന്നേൽക്കുന്നു, അതുപോലെ തന്നെ നേരത്തെ ഉറങ്ങുന്നതും ശരീരത്തിന് നല്ലത്. അങ്ങനെയായിരിക്കും കുട്ടികളെ നമ്മളെ പരിശീലിപ്പിക്കേണ്ടത്. That is very important to the students. Before going to bed, finish all the daily duties and say good night and good morning to your parents and pray to God. ഇനി ഡെയിലി നമ്മൾ പ്രാക്ടീസ് കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി എന്ന നിലയിൽ എന്താണ് കുട്ടികൾക്ക് വിഷ് ചെയ്യാൻ മുമ്പായിട്ട് വിഷ് ചെയ്യുക അല്ലെ, ഗുഡ് നൈറ്റ് പറയാ. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് പറയാ. രാവിലെയും രാത്രിയും നമ്മൾ പ്രാർത്ഥിക്കാനേ, കിടക്കുന്നതിന് മുമ്പായിട്ടും ഉണരുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ശീലം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, then early to boost is good for your health. എന്താ പറയുന്നത്? early to boost is good for your health. രാവിലെ എഴുന്നേൽക്കുന്നത് എന്താണ്? ആരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യത്തിന് നല്ലതാണ്. എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നവരാണോ നിങ്ങളെ കുട്ടികള്? ആണ് മിസ്. Okay. Yes. So get up early, finish morning duties fastly and help their parents if they can. Start school at the correct time for the above. Teacher instructs the students as follows. അപ്പോൾ നമ്മള് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, രാവിലെ മോർണിംഗിൽ ചെയ്യാവുന്ന പ്രഭാത കൃത്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. വളരെ ലാഗ് ചെയ്ത് നിന്നുകൊണ്ട് ആവരുത് ഒരിക്കലും മോർണിംഗിലെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കൃത്യമായ ഒരു ടൈം മാനേജ്മെന്റിൽ അതൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് അവരെപ്പോഴേ പരിശീലിക്കുന്നത്. ആൻഡ് ഹെൽപ്പ് ദിയർ പാരന്റ്സിന്റെ പാരന്റ്സിന് എന്തെങ്കിലും തരത്തിൽ നമുക്ക് ഹെൽപ്പ് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഹെൽപ്പുകൾ നിങ്ങളാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലെ. ചെറിയ കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങൾ ആദ്യമേ കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിക്കുക. ഓക്കെ, പിന്നീട് നമ്മൾ അതിനനുസരിച്ച് ചെയ്തോളും. ദെൻ സ്റ്റാർട്ട് സ്കൂൾ അറ്റ് ദ കറക്റ്റ് ടൈം. സ്കൂളിൽ നമ്മൾ കൃത്യ ടൈമിൽ തന്നെ എത്താനായിട്ട് ശ്രമിക്കണം. ദെൻ ഫോർ അബവ് ടീച്ചർ ഇൻസ്ട്രക്ട് സ്റ്റുഡന്റ് ആസ് ഫോളോസ്. ഇനി ഇത് കൂടാതെ ടീച്ചർ ബാക്കി കാര്യങ്ങൾ കുറച്ച് പറയുന്നുണ്ട്. എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ്? ഗെറ്റ് അപ്പ് ഏർലി ടു ഡു തിങ്സ് ബൈ യുവർ സെൽഫ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞേ.
Get up early to do things by yourself. എന്താണ് ചെയ്യാൻ പറയുന്നത് ടീച്ചർ? സ്വയം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എണീക്കുക, നേരത്തെ എണീക്കുക. നേരത്തെ എഴുന്നേറ്റ് സ്വയം സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തു തീർക്കുക അല്ലെ? ഓക്കെ. Roll the bed neatly and carry it to the right place. കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ ബെഡ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്സുകൾ കൃത്യമായിട്ട് വളരെ നീറ്റ് ആയിട്ട് തന്നെ കുട്ടികളോട് തന്നെ മടക്കി വയ്ക്കാനായിട്ട് നിങ്ങൾ പരിശീലിപ്പിക്കണം. അല്ലെ? രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അത് ആദ്യം ചെയ്തിട്ട് വേണം റൂമിന് പുറത്ത് കിടക്കാനായിട്ട്. അത് കൃത്യമായിട്ട് പരിശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആ റൂം അത്ര വൃത്തികേടായിട്ട് കിടക്കില്ല. ഓക്കെ. Adjust with your parents in their work. പിന്നെന്താണ്? Adjust with your parents in their work. ഇനി പാരന്റ്സിന്റെ എന്തെങ്കിലും തരത്തിലുള്ള അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പ്രവർത്തിക്കുക. Then only you can come to the school early. എന്താ പറയുന്നത്? Then only you can come to the school early. സ്കൂളിൽ കൃത്യസമയത്ത് തന്നെ വരിക. സ്കൂളില് കൃത്യസമയത്ത് തന്നെ എന്ത് ചെയ്യണം? നമ്മള് എത്താനായിട്ട് ശ്രമിക്കുക. അതാണ് ബെഡ്റൂം മാനേഴ്സ്. ബെഡ്റൂം മാനേഴ്സിൽ നിന്നാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ആദ്യം തന്നെ രാവിലത്തെ കുക്കിംഗ് ശരിയായി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും. അപ്പൊ തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ. രാവിലെ മോശമായി കഴിഞ്ഞാണ് നമുക്ക് ദേഷ്യം കയറുന്നത് അല്ലെ? കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കാണെങ്കിലും എന്താണ് രാവിലത്തെ കാര്യം നമ്മുടെ രാവിലത്തെ എല്ലാ റൊട്ടീൻസും ഒന്ന് തെറ്റിപ്പോയെന്ന് ആലോചിച്ച് നോക്കി. വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പോവാവുന്ന ദിവസം മുഴുവൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ ഓക്കെ ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് വലിയ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ നല്ല ബെഡ്റൂം മാനേഴ്സിൽ കുട്ടികളെ നമ്മൾ എപ്പോഴും തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. യെസ്. ഇനി ജനറൽ മാനേഴ്സ് എന്തൊക്കെയാണ്? ജനറൽ മാനേഴ്സ് ഞാൻ പറയുന്ന ആൾ വായിക്കട്ടോ. ശരണ്യ വിനു ആണോ? ശരണ്യ Yes. വായിക്കും. General manners. Teachers should watch the students to have good general manner. Social behavior can make the man perfect. Generally, teachers are giving commands, but they fail to watch whether they are following or not. It is the duty of the teacher to give instruction and observe whether they are following. If they fail to follow, they should give punishment to them and make them to follow. Otherwise, they would not get general manners. ബാക്കിയോട് വായിക്കണോ? ജനറൽ മാനേഴ്സ് അഥവാ പൊതുമര്യാദകൾ എന്ന് പറയുമ്പോൾ എന്താണ്? Teachers should watch the students to have good general manners അല്ലെ? അപ്പൊ പൊതുമര്യാദകളെ കുറിച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് മാനേഴ്സ് നമ്മൾ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുകയാണെങ്കിൽ അവരത് അധ്യാപകരിൽ നിന്ന് പാരന്റ്സിൽ നിന്നാണ് അത് ആദ്യം മനസ്സിലാക്കുന്നത് അല്ലെ? ഓക്കെ. ഇനി അങ്ങനെ വരുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? സോഷ്യൽ ബിഹേവിയർ അല്ലെ? സോഷ്യൽ ബിഹേവിയർ ക്യാൻ മേക്ക് എ മാൻ എക്സലന്റ്. അപ്പൊ നമ്മൾ വീട്ടിൽ പെരുമാറുന്ന പോലെ ആയിരിക്കില്ല പുറത്ത് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. അതാണ് സോഷ്യൽ ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ? സൊസൈറ്റിയിൽ നമുക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണം? വീട്ടിൽ കാണിക്കുന്ന അതേ സ്വഭാവം തന്നെ അല്ലെ? അതേ ആറ്റിറ്റ്യൂഡ് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റുമോ? പുറത്ത് കാണിക്കണോ? അങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാണിക്കും. ഇല്ല. സൊസൈറ്റിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ആരോട് എന്ത് സംസാരിക്കണം, എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, ഏതൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം സംസാരിക്കേണ്ടത്, ഏതോ നമ്മുടെ നോട്ടം ഭാവങ്ങൾ വരെ ഒരുപാട് പ്രത്യേകതയുണ്ട് അല്ലെ? നമ്മുടെ വീട്ടിൽ തമാശക്ക് നോക്കുന്ന പോലെ ഒന്നും ആയിരിക്കും നമുക്ക് സൊസൈറ്റിയിൽ നോക്കാൻ പറ്റുന്നത്. അതുപോലെ ഒന്നും ആയിരിക്കും. ഇത് കോമൺ ആയിട്ട് നമ്മൾ പരിശീലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അപ്പൊ അത് പ്രത്യേകിച്ച് സോഷ്യൽ ബിഹേവിയർ ഒരു മാനർ എക്സലന്റ് ആക്കി മാറ്റുന്നത് അവൻ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ മാത്രമാണ് നല്ലൊരു സോഷ്യൽ ബീയിങ് ആയിട്ട് മാറുന്നത്. ജനറൽ ടീച്ചേഴ്സ് ആർ giving commands but they fail to watch whether they are following or not. ടീച്ചേഴ്സ് കമാൻഡ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ? ജനറൽ ടീച്ചേഴ്സ് ആർ ഗിവിംഗ് കമാൻഡ്സ്. അതായത് നല്ല മര്യാദകൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ല ബിഹേവിയർ പറയാനായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും. പക്ഷെ എന്താണ്? they fail to watch whether they are following or not. കുട്ടികൾ അത് ഫോളോ ചെയ്യണമെന്ന് ടീച്ചർ എപ്പോഴും നോക്കാറില്ല. പക്ഷെ അല്ലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്താണ് കുട്ടികൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കുന്നതിൽ അവർ പരാജയപ്പെടാറുണ്ട് അല്ലെ? ചിലപ്പോൾ കുട്ടികൾ അത് ചെയ്യാറുമില്ല. ചില കുട്ടികൾ ഫോളോ ചെയ്യും, ചില കുട്ടികൾ ഫോളോ ചെയ്യുന്നില്ല. അയ്യോ സ്ക്രീൻ എന്ത് പറ്റി?
Yes. It is the duty of the teacher to give instructions and detect whether they are following. ഇനി ഇതാണ് ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ് കുട്ടികളെ നല്ല രീതിയിൽ ഇൻസ്ട്രക്ട് ചെയ്യാൻ പൊതുമര്യാദകളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ടീച്ചർ പറഞ്ഞു കൊടുക്കണം അല്ലെ, എന്താണ് ചെയ്യേണ്ടത് എന്ന് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. If they fail to follow, they should punish them and make them follow. പത്ര പറഞ്ഞു കൊടുത്തിട്ട് കുട്ടികൾ എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രകടനങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? പണിഷ് ചെയ്യണം. പണിഷ്മെന്റ് കൊടുക്കുക, അതിനുള്ള ശിക്ഷാ നടപടി നമുക്ക് ടീച്ചേഴ്സിന് കൊടുക്കാനുള്ള അധികാരമാണ്. അതർവൈസ് ദേ വുഡ് നോട്ട് ഹാവ് ജനറൽ മാനേഴ്സ്. ഇപ്പൊ നമ്മള് പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ്, അവർ ആ നോർമൽ ബിഹേവിയർ തന്നെയായിരിക്കും തുടരുന്നത് അല്ലെ, നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ ശിക്ഷ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകും അങ്ങനെയല്ല ചെയ്യുന്നത്, ടീച്ചർ പറയുന്നത് ഫോളോ ചെയ്യണോ എന്നുള്ളൊരു കാര്യം പിന്നീട് മനസ്സിലായിപ്പോൾ. ഓക്കെ, പിന്നെ മാനേഴ്സ് എ സോഷ്യൽ അനിമൽ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു സാമൂഹ്യ ജീവിയാണ് അല്ലെ, മനുഷ്യന്റെ സാമൂഹ്യ ജീവിയാണ് മാനേഴ്സ് എ സോഷ്യൽ അനിമൽ. സോ ഹി ഹാസ് ടു അഡ്ജസ്റ്റ് വിത്ത് എവരിബഡി, ഹാസ് ടു കംപ്ലൈ വിത്ത് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് സൊസൈറ്റി. അപ്പൊ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? അവിടെ ഹാസ് ടു അഡ്ജസ്റ്റ് വിത്ത് എവരിബഡി, എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് മനുഷ്യർക്ക് ഏത് സിറ്റുവേഷനിൽ ചെന്നാലും നമുക്ക് അഡ്ജസ്റ്റഡ് ആവാനുള്ള ഒരു മെന്റലി കപ്പാസിറ്റി നമുക്കുണ്ട്. Has to comply with the rules and regulations of the society. പിന്നെ എന്താണ്, പിന്നെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും മനുഷ്യർക്ക്? ഒരു സോഷ്യൽ ബീയിങ്ങിന് എന്തൊക്കെ ചെയ്യാം? He has to comply with the rules and regulations of the society എന്ന് പറഞ്ഞാൽ എന്താണ്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അംഗീകരിക്കാതെയാണോ ജീവിക്കേണ്ടത്? അല്ല. എങ്ങനെയായിരിക്കണം? സമൂഹത്തിന്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണം. സമൂഹത്തിന്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും ഒരു സോഷ്യൽ ബീങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അല്ലെ. ഹെൽപ്പിംഗ് അതേഴ്സ് എസ്പെഷ്യലി നീഡി, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും ആവശ്യക്കാർക്ക് എന്താണ് ആവശ്യം അനുസരിച്ച് നമ്മള് എന്താണ് അവരുടെ ആവശ്യത്തിന് സഹായിക്കാനുള്ള ഒരു സഹാനുഭൂതി ആർക്കുണ്ട്? മനുഷ്യർക്കുണ്ട് അല്ലെ. അവോയ്ഡ് ടോക്കിംഗ് ഇൽ ഓഫ് അതേഴ്സ്. എന്താണ് അവോയ്ഡ് ടോക്കിംഗ് ഇൽ ഫോർ അതേഴ്സ് എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുന്നത് ഒഴിവാക്കണം. മോശമായിട്ടുള്ള സംസാരം അല്ലെ, ആരും വേദനിപ്പിച്ച് കൊണ്ടുപോകാൻ സംസാരം നമുക്ക് നല്ലൊരു കാര്യമല്ല, നല്ലൊരു ബിഹേവിയറിന്റെ ഭാഗമല്ല, അതൊരു മര്യാദ ഇല്ലാത്തൊരു വർത്തമാനമാണ് അല്ലെ. അങ്ങനെ ഒരിക്കലും നമുക്ക് സംസാരിക്കാൻ പാടില്ല. മറ്റുള്ളവരെ ഒരിക്കലും വേദനിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലൊരു മാനേഴ്സ് എന്ന് പറയുന്നത്. അവോയ്ഡ് പ്രൈഡ് ആൻഡ് ഈഗർനെസ്. പിന്നെ എന്താണ് നെക്സ്റ്റ്? അവോയ്ഡ് പ്രൈഡ് ആൻഡ് ഈഗർനെസ്. ഈഗർനെസ് എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം. അഹങ്കാരമാണോ ആകാംക്ഷയാണോ? ദേഷ്യാണോ? അറിയാനുള്ളൊരു ഇച്ഛയല്ലേ ആകാംക്ഷ എന്ന് പറയില്ല നമ്മൾ. അതായത് അവോയ്ഡ് പ്രൈഡ് ആൻഡ് ഈഗർനെസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വാക്കൊന്ന് സെന്റൻസ് ആയിട്ടൊന്ന് പറഞ്ഞു നിങ്ങള്. അഹംഭാവം, അഹങ്കാരം. അഹംഭാവം അഹങ്കാരവും ആണോ? പ്രൈഡ് എന്ന് പറഞ്ഞ അഭിമാനം അല്ലേ മിസ്സേ? അഭിമാനവും പിന്നെ പ്രൈഡ് ആൻഡ് ഈഗർനെസ്. ഈഗർനെസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈഗോ എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനെന്ന ഭാവം. ഞാനെന്ന ഭാവമാണോ? അത് ഈഗോ അല്ലേ? അഹങ്കാരവും ഉത്സാഹവും എന്നൊരു മീനിങ് ആണ് ഇവിടെ അല്ലെ. ഉത്സാഹീകർനെസ് മീൻസ് ഉത്സാഹം എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അതായത് ഭയങ്കര എല്ലാ കാര്യത്തിലും നമുക്ക് ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്നത്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള അങ്ങനെ ഒരു പ്രൈഡ് ഒന്നും ആർക്കും ഉണ്ടാവാൻ പാടില്ല. അത് ഒരു നല്ല മര്യാദയല്ല. ഓവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഓവർ കോൺഫിഡൻസ് ആയിപ്പോയാൽ ഉത്സാഹം എന്ന് പറയുന്ന ഓവർ കോൺഫിഡൻസ് എന്നൊരു മീനിങ് വരുന്നത്. അവിടെ ഉത്സാഹം എന്ന് ഉദ്ദേശിക്കണേ എന്താണ്? ആകാംക്ഷ എന്നൊരർത്ഥമാണോ? ആകാംക്ഷ എന്നാണ് ശരിക്കും മീനിങ്. മലയാളം വേർഡ് വരുന്നത് ആകാംക്ഷ എന്നാണ്. ഞാൻ പറഞ്ഞില്ല ആദ്യം. അപ്പൊ അവോയ്ഡ് പ്രൈഡ് ആൻഡ് ഈഗർനെസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ നമ്മൾ ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ ഓവറായിട്ട് ചെയ്തു വെക്കും അല്ലെ. അത് ശുഭാപ്തി വിശ്വാസം, ഭയങ്കര വിശ്വാസത്തോടെ നമ്മൾ ചെയ്യും. പക്ഷെ അത് നല്ലൊരു മര്യാദ അല്ല, നല്ലൊരു ബിഹേവിയറിൽ വരുന്ന കാര്യമാണ്. പക്ഷെ
എന്താണ് അങ്ങനെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചിലപ്പോ വിജയിക്കണമെന്നില്ല, അല്ലെ? നമുക്ക് തെറ്റുപറ്റി പോയാണ്ടിരിക്കാം. അങ്ങനത്തെ പ്രൈഡ് മീഗർനെസ് അങ്ങനത്തെ എക്സ്പെക്ടേഷൻസ് പാടില്ല. അത് തന്നെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് എക്സ്പെക്ടേഷൻസിനോട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ബുദ്ധിമുട്ടുകളായിരിക്കും നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ അവോയ്ഡ് പ്രൈഡ് ആൻഡ് ഈഗർനെസ്. അത്തരത്തിൽ നമ്മൾക്ക് എന്താണ് അത്തരത്തിലൊരു എക്സ്പെക്ടേഷന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ആകാംക്ഷ ഇങ്ങനെ എന്താ പറയാ ഓവർ കോൺഫിഡൻസോടുള്ള കാര്യത്തിൽ നമ്മൾ സമീപിക്കേണ്ട ആവശ്യകതയില്ല. അവോയ്ഡ് ലേസിനെസ്. എന്താണ് ഒഴിവാക്കേണ്ടത്? അലസത, മടി അല്ലെങ്കിൽ അലസത. ഉഴപ്പ്, അവോയ്ഡ് laziness and avoid committing sins. എന്താണ് അവോയ്ഡ് കമ്മിറ്റിംഗ് സിൻസ് എന്ന് പറയുന്നത്? പാപങ്ങൾ ചെയ്യുന്നതിൽ സയൻസ്. കമ്മിറ്റിംഗ് സയൻസ് എന്ന് പറയുന്നത് SIGNS ആണ് കേട്ടോ. SIGNS ഇതൊക്കെ കാര്യങ്ങളാണ്. ബീറ്റിംഗ് അടിക്കുക, അടിക്കുക. സ്റ്റീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷ്ടിക്കുക. എന്താണ് മോഷണം. ഫൈറ്റിംഗ്, തല്ലുകൂടുക, അല്ലെ? ആക്രമണങ്ങള്. തെറ്റ് പറയാതിരിക്കും, ടെല്ലിംഗ് ബാഡ് തിങ്സ്, അല്ലെ? പിന്നെ അതൊക്കെയാണ് എന്താ കമ്മിറ്റിംഗ് സയൻസ് എന്ന് പറയുന്നത്, അല്ലെ? ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ്. അത് നല്ലൊരു മാനേഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. പിന്നെന്താണ്? ഒബേയിങ് എൽഡേഴ്സ്. എന്താണ്? മുതിർന്നവരെ ബഹുമാനിക്കുക. ലവിങ് അതേഴ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കുക. ഡ്യൂട്ടി കോൺഷ്യസ്നെസ്. നമ്മൾക്ക് എന്താണോ ഡ്യൂട്ടി ഉള്ളത് അതിൽ നമ്മൾക്ക് അവബോധം ഉണ്ടായിരിക്കണം, അല്ലെ? നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കണം. റിസീവിങ് അതേഴ്സ് വിത്ത് വാം വേർഡ്സ്. എന്താണ്? റിസീവിങ് അതേഴ്സ് വിത്ത് വാം വേർഡ്സ്. മറ്റുള്ളവരോട് ശാന്തമായിട്ട് സംസാരിക്കാം. ശാന്തമായിട്ട് സംസാരിക്കാം. മോശമായിട്ട് പെരുമാറാതിരിക്കുക. ഓക്കെ, ഇവിടെ receiving others with warm words, then use polite words like thank you, excuse, please, sorry, and adjusting with the others to develop good general manners in the students. യൂസിങ് പൊളൈറ്റ് വേർഡ്സ് അല്ലെ? നമ്മൾ പൊളൈറ്റ് ആയിട്ടിരിക്കുന്നു പറയില്ല. എന്തൊക്കെ വേർഡ്സ് ആണ് പൊളൈറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്? സോറി, അല്ലെ? അത്തരത്തിലുള്ള വേർഡ്സുകൾ ഉപയോഗിക്കുന്നത് നല്ലൊരു മര്യാദയുടെ ഭാഗമാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്തപ്പോ തന്നെ സോറി പറയാന്നുള്ളത് എന്താണ് ഏറ്റവും നല്ലൊരു ജനറൽ മാനർ ആണ്, അല്ലെ? ജനറൽ മാനേഴ്സ് ആണ്. പിന്നെ then adjusting with others to develop good general manners in the students. അപ്പൊ ഇത്തരം പൊളൈറ്റ് വേർഡ്സുകൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് മറ്റുള്ളവർക്ക് നമ്മളോട് അല്ലെ സോറി പറഞ്ഞു, അപ്പൊ ആ ഒരു വിരോധം അവിടെ നമുക്ക് അവസാനിക്കുകയാണ്, അല്ലെ? നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് തെറ്റ് പറ്റിയെന്നിരിക്കാം, എങ്കിലും നല്ലൊരു വാക്കുകൊണ്ട് ആളതവിടെ എന്താണ് സോറി പറയുന്നത് അല്ലെങ്കിൽ താങ്ക്സ് പറയുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുക, അല്ലെ? സോ ടീച്ചേഴ്സ് ഷുഡ് റിമെമ്പർ ദ അബൌവ് തിങ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. അധ്യാപകർ എന്താണ് ചെയ്യേണ്ടത്? കുട്ടികളോട് പറഞ്ഞ കാര്യങ്ങള്, പറഞ്ഞ ഗുഡ് മാനേഴ്സിന് ഉപയോഗിക്കേണ്ട കാര്യങ്ങള്, മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് ഇൻസ്ട്രക്ഷൻസ് അധ്യാപകര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് നമുക്ക് എന്ത് കൊണ്ടുവരാൻ സാധിക്കും? ഗുഡ് മാനേഴ്സ് കൊണ്ടുവരാൻ സാധിക്കും. നല്ലൊരു സൊസൈറ്റിയിൽ കുട്ടികളെ കൊണ്ട് ബിഹേവ് ചെയ്യിക്കാനും സൊസൈറ്റിയോട് എങ്ങനെ ബിഹേവ് ചെയ്യണം നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളെ കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യും. ഓക്കെ, ടീച്ചേഴ്സ് മാത്രമല്ല പാരന്റ്സിന്റെ ഡ്യൂട്ടിയാണ് ജനറൽ മാനേഴ്സ് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത്, അല്ലെ? കഴിഞ്ഞു അത്? പാഠം തീർന്നു മിസ്സേജ്. യൂണിറ്റ് 8 വളരെ ചെറുതാകുന്നു. ഗുഡ് മാനേഴ്സ് 4 ടൈപ്സ് ഓഫ് മാനേഴ്സ് എന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? മാനേഴ്സ് വിത്ത് ദ ഫ്രണ്ട്സ്, ബാത്റൂം മാനേഴ്സ്, ബെഡ്റൂം മാനേഴ്സ് ആൻഡ് ജനറൽ മാനേഴ്സ്. പഠിച്ചതിൽ ഏറ്റവും ചെറിയൊരു ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു, അല്ലെ? ഇതല്ല, ഇതിലും ചെറുത് മറ്റേ സ്കൂൾ മാനേജ്മെന്റ് ആയിരുന്നു, അല്ല ഓഫീസ് മാനേജ്മെന്റ് ആയിരുന്നു ഏറ്റവും ചെറിയ ചാപ്റ്റർ. ഒറ്റ പേജ് ഉണ്ടായിരുന്നു, 1.5 പേജ്. പക്ഷെ പഠിക്കാൻ എളുപ്പം ഇതാ മിസ്സേ. ഇതിപ്പം ഒന്നുകൂടെ വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല, ജനറൽ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻ. അതെ 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 അതെ.
ഓക്കെ, ഇതെല്ലാം കൂടി കഴിയുമ്പോഴേക്കും ക്വസ്റ്റ്യൻസ് തരാട്ടെ. പാർട്ട് 4 ഒരുമിച്ച് ഇടാം. ബാക്കി 2 വന്നില്ലേ? ഒന്നല്ലേ വന്നിട്ടുള്ളൂ? 2 ഇട്ടിട്ടുണ്ടല്ലോ, ഒന്ന് കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോ. 2 കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും വന്നിട്ടുണ്ടാവും, നോക്കിയാൽ മതി. അടുത്തത് യൂണിറ്റ് 9 സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്നുള്ളത് നോക്കിയിട്ടില്ല കേട്ടോ. ഞാനത് തീരോന്ന് വിചാരിച്ചിട്ടല്ല, നോക്കിയിട്ടില്ല. എന്തായിരിക്കും സൂപ്പർവൈസ് ചെയ്യുക, അല്ലെങ്കിൽ സൂപ്പർവൈസ് സൂപ്പർവിഷൻ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? മേൽനോട്ടം വഹിക്കുക. മേൽനോട്ടം വഹിക്കുക. ഓക്കെ, അപ്പൊ ഗുഡ് സൂപ്പർവിഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ടീച്ചർ പാർട്ടിസിപ്പേഷൻ. ടീച്ചർ നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ നമുക്ക് കുട്ടികളെ കിട്ടല്ലോ. ടീച്ചർ മേൽനോട്ടത്തിലാണെങ്കിൽ നല്ല രീതിയിലുള്ള സൂപ്പർവിഷൻ കൊടുക്കണം. സാധാരണ ഒരു അതായത് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെ കറക്റ്റ് പ്രൊസീജിയേഴ്സിലൂടെ പോവുകയാണെങ്കിൽ ഇതാണ് അങ്ങനെ ആയിരിക്കണം സൂപ്പർവൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു വ്യക്തമായിട്ട് പ്രോപ്പർ ചാനലിൽ കൂടി ആയിരിക്കും നമ്മൾ സൂപ്പർവൈസ് ചെയ്തിട്ട് കുട്ടികളെ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻസിലേക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. സൂപ്പർവൈസിംഗ് എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർവിഷൻ ഈസ് എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. എഫക്റ്റീവ് സൂപ്പർവിഷൻ ഹാസ് എ കോൺസ്റ്റന്റ് ബേസ്. Effective guidance is creative. Guidance is very important. എന്താണ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ പ്ലാൻഡ് പ്രോഗ്രാം അല്ലെ? അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. നമ്മുടെ ഇൻസ്ട്രക്ഷൻസിലൂടെയാണ് എന്ത് സൂപ്പർവൈസ് ചെയ്യുന്നത് അല്ലെ? ഒരു കാര്യം പല കാര്യങ്ങളിലൂടെ പറയുന്നത്, പല രീതിയിൽ പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? സൂപ്പർവൈസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ്, ഇതാണ് അതിന്റെ മെത്തേഡ്, ഈ രീതിയിൽ അത് ഉപയോഗിച്ച് ഇത് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ സൂപ്പർവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ? കുട്ടികൾ കുട്ടികൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഈ വർക്ക് കംപ്ലീറ്റ് ആക്കണം, ഇതേ രീതിയിലായിരിക്കാം രേഖപ്പെടുത്തേണ്ടത്, ഈ ഫോർമാറ്റിൽ ചെയ്യണം. നമ്മളത് എന്ത് എഴുതുക എന്ന് പറയുന്നത് ഇൻസ്ട്രക്ട് ചെയ്യണത് പറഞ്ഞാണ് കൊടുക്കുന്നത് അല്ലെ? അതാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇഫക്റ്റീവ് സൂപ്പർവിഷൻ ഹാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ് എന്ന് പറയുന്നത് പ്രധാന ഘടകം എന്ന് പറയുന്നത് ഗൈഡൻസ് ആണ്. ക്രിയേറ്റീവ് ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ടീച്ചർമാർ. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരില്ലേ? ഞാനിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, എന്താണ് സൂപ്പർവിഷൻ എന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞത്? ഇതൊരു പ്രോഗ്രാമാണ്, ഇംപ്രൂവ്മെന്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് ഗൈഡൻസ് ചെയ്യുമ്പോഴാണ് മാത്രമേ നമുക്ക് സൂപ്പർവിഷൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ടീച്ചർ പറയുന്ന ഇൻസ്ട്രക്ട് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അതാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് അല്ലെ? ഗൈഡൻസ് ആണ്. ടീച്ചറുടെ നേതൃത്വത്തിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളല്ലേ നിങ്ങളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് എന്താ സൂപ്പർവൈസ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചർ ഇത് ചാപ്റ്റർ നോക്കിയിട്ടില്ല കേട്ടോ. പറ്റാവുന്നിടത്തോളം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, കുറച്ച് സമയമുണ്ടല്ലോ. A supervisor is any person responsible for working with others to increase the effectiveness of the teaching learning situation. A supervisor is any person responsible. Supervisor എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു വ്യക്തിയും സൂപ്പർവൈസർ ആയിട്ട് കണക്കാക്കാം. ഇൻസ്ട്രക്ഷൻ തരുന്ന ഏതൊരു വ്യക്തിയും ആരാണ്? മേൽനോട്ടം വഹിക്കുന്ന ഒരാളാണ് അല്ലെ? Responsible for working with others to increase the effectiveness of teaching and learning situation. ഒരു ടീച്ചർ ക്ലാസ്സിൽ ആക്ടിവിറ്റീസ് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ നിങ്ങൾ ചെയ്യണം, ഏത് രീതി ചെയ്യണം ടീച്ചർ ഇൻസ്ട്രക്ട് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് എന്താണ് എഫക്റ്റീവ് ആയിട്ട്. ഇപ്പൊ ടീച്ചർ പറഞ്ഞു തരികയാണ്, ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എന്താണ് സൂപ്പർവിഷൻ ടീച്ചർ പറഞ്ഞു തരുന്നത്. എഫക്റ്റീവ് ആയിട്ട് ഞാൻ പറയുകയാണ്, കാര്യക്ഷമമായിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നുണ്ട്. ഈ പറയുന്ന രീതിയാണ് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതി. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ലേണിംഗ് സിറ്റുവേഷൻ കിട്ടുന്നത്, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, എന്താണ് ടീച്ചർ പറയുന്നുണ്ട്. അപ്പൊ
അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ലേൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ നല്ലൊരു ലേണിംഗ് സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, the primary aim of ഗൈഡൻസിന്റെ സ്പെല്ലിംഗ് തെറ്റാണ് കേട്ടോ. GUIDNC എന്നാണ്. Guidance is to help the teacher to become self-directive. Supervision provide education leadership. Supervision functions less an overseer and inspector, and more as a group leader. Okay. The primary aim of guidance. So guidance ന്റെ primary guidance കൊടുക്കുന്നതിന്റെ aim എന്താണ് ശരിക്കും? അതിലൊന്ന് നോക്കാതെ പറഞ്ഞേ. ഗൈഡൻസ് കൊടുക്കുന്നതിന്റെ എയിം എന്താ? ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കില്ലേ? സൂപ്പർവിഷൻ ഒക്കെ ഒരേ വേർഡ്സ് കണക്റ്റഡ് ആണ്. ഇത് കൊടുക്കുന്നതിന്റെ കാര്യം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്? ഞാൻ എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഗൈഡൻസ് കൊടുത്താലാണ് എന്താണ് ആ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം വികസിപ്പിച്ചെടുക്കാനായിട്ട്. നിങ്ങളുടെ കപ്പാബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്ത് തരാറ് അല്ലെ? സൂപ്പർവൈസ് ചെയ്ത് നിങ്ങൾ അത് വ്യക്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ് ഈ പ്രൈമറി എയിം എന്ന് പറയുന്നത് ടു ഹെൽപ്പ് ദ ടീച്ചർ ടു ബിക്കം സെൽഫ് ഡയറക്റ്റീവ്. അപ്പൊ ടീച്ചറിന് അവിടെ ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. ടീച്ചർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് സെൽഫ് ഡയറക്റ്റീവ്. ടീച്ചറിന് നല്ല രീതിയിൽ എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നു? സ്വന്തമായിട്ട് നിർദ്ദേശങ്ങൾ താൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ടീച്ചറിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? ടീച്ചറിന് എന്താണ് നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കാം. നമുക്ക് ചിലപ്പോൾ അതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കില്ല. പക്ഷെ ഞാൻ എക്സാമ്പിൾ പറയാം. ഈ ചാപ്റ്റർ എടുക്കുന്ന മുമ്പ് ടീച്ചർ ഞാൻ ഈ ചാപ്റ്റർ നോക്കിയിട്ടില്ല, സൂപ്പർവിഷൻ എന്നുള്ള ചാപ്റ്റർ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ എടുത്തു തുടങ്ങിയപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോ എന്താണ് സൂപ്പർവിഷൻ എന്നും എനിക്ക് ഏൺ ചെയ്യാൻ പറ്റി, എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, അതാണ്. അപ്പൊ എന്താണ് ഞാൻ എന്നൊരു ടീച്ചറിൽ എനിക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടായി. ഞാനത് നോക്കാതെ എടുത്തൊരു ഭാഗമാണ്. പക്ഷെ നിങ്ങൾക്ക് പല പ്രാവശ്യം പല രീതിയിൽ പറഞ്ഞു തന്നത് കൊണ്ട് എന്താണ് എനിക്ക് എന്താണ് സൂപ്പർവിഷൻ എന്ന് മനസ്സിലായി, അതിന്റെ എയിം എന്താണെന്നത് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഒരു ടീച്ചറിന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? സൂപ്പർവിഷൻ പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ്. ഇനി സൂപ്പർവിഷനിലൂടെ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു? എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. എന്താണ് എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ് എന്താണ്? വിദ്യാഭ്യാസ മേധാവിത്വമാണോ? വിദ്യാഭ്യാസ മേധാവിത്വം അല്ലെ? എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? വിദ്യാഭ്യാസ സാഹചര്യത്തില് നല്ലൊരു മേൽനോട്ടം വഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. Then supervision function less than overseer and inspector and more as a group leader. അവിടെ വരെ എടുക്കുന്നു കേട്ടോ, ഞാൻ നോക്കിയിട്ടുള്ള അവിടെ വരെ കേട്ടോ. യെസ്, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷനും പ്രിൻസിപ്പൾസ് ഓഫ് സൂപ്പർവിഷനും നോക്കിയിട്ട് വരണം കേട്ടോ. ഓക്കെ, എവിടെ വരെ എടുത്തെന്ന് പറഞ്ഞാൽ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് അത് അവിടെ മുതൽ എടുക്കുക കേട്ടോ. എവിടെ പറഞ്ഞത്? സൂപ്പർവിഷൻ ഫംഗ്ഷൻ ഓവർസിയർ അവിടെ വരെ കേട്ടോ. അവിടെ വരെ അണ്ടർലൈൻ ചെയ്തിട്ടേക്ക്. യെസ്, ഇനി ഒരു കാര്യം പറയട്ടെ. ഇനി നിങ്ങൾ എന്തുകൊണ്ടാണ് സൈനിങ്ങും പ്രയറും പാടാനായിട്ട് ക്ലാസ്സിലേക്ക് കയറാത്തത്? മിസ്സേ, ഞാൻ ഇതുവരെ വരാഞ്ഞത് സ്കൂളിൽ പോകുന്നോണ്ടാ വരാഞ്ഞേ. ഇപ്പൊ വെക്കേഷൻ ടൈമേ ഞാൻ വരുന്നുണ്ട്, ഞാനുള്ളപ്പോഴെല്ലാം. ഇനിയിപ്പോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പേരെടുത്ത് സെലക്ട് ചെയ്ത് തരേണ്ടി വരും കേട്ടോ. ചെയ്യാത്തവർ ഇപ്പൊ എനിക്ക് ഡെയിലി ചെയ്യുന്നവരും മിക്കപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ എനിക്ക് കറക്റ്റ് ആയിട്ട് പേരുകൾ അറിയാം. അല്ലാത്തവർ ഇനിയിപ്പോ ഞാൻ 3 പേര് വിളിക്കാം. ഒരാൾ പ്രെയറും ഒരാൾ സൈനിങ് ചെയ്യാനും തോട്ട് ചെയ്യാനായിട്ട് വിളിക്കാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നെക്സ്റ്റ് വീക്ക് ഓർത്ത് വെച്ച് അങ്ങ് ചെയ്താൽ മതി. അത് നിങ്ങൾ ഇത് സ്ഥാനം ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ. യെസ്, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടോസ്റ്റ് ആയിരിക്കും ക്ലാസ് അല്ലേ? കൃപ പ്രയർ പാടണം കേട്ടോ. ഓക്കെ മിസ്. കൃപ പ്രയർ എഴുതി വെച്ചോളൂ കേട്ടോ. കൃപ പ്രയർ ആണ്. ദെൻ ശരണ്യ വിനു. ശരണ്യ ക്ലാസ് ഒന്നും കേൾക്കുന്നില്ല, വെച്ച് പോയേക്കാൻ തോന്നുന്നു. ജാസ്മി താരിഖ് എന്നാണോ പേര്?
ജാസ്മിൻ തോട്ട് ഓഫ് ദ ഡേ പറയണം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. അയ്യോ മിസ്സേ. ശരണ്യ കേൾക്കുന്നുണ്ടോ? യെസ്. ശരണ്യ അവിടെ ഉണ്ട്. സൈനിങ് ചെയ്യണം നെക്സ്റ്റ് ക്ലാസ്സിൽ സൈനിങ് ചെയ്യണം. ഓക്കെ മിസ്. ഓക്കെ ഓക്കെ. പിന്നെ കൃപ പ്രയർ, ജാസ്മിൻ തോട്ട് ഓഫ് ദ ഡേ, ശരണ്യ സൈനിങ് ആണ് കേട്ടോ. സൈൻ ഔട്ട് ഉണ്ടല്ലോ, 4 സൈൻ ഔട്ട് ഉണ്ട്. സൈൻ ഔട്ട് ഞാൻ പറയാം. സൈൻ ഔട്ട് മുഫീദ ഉണ്ടോ? മുഫീദ സൈൻ ഔട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, പേര് വിളിച്ചത് എല്ലാവർക്കും അറിയാമോ ആരൊക്കെ എന്തൊക്കെയാണെന്ന്? Okay, miss. ഇതായിരിക്കും നല്ലത്. എന്തോ മിസ്സിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലല്ലേ? എന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ആ വീക്ക് നിങ്ങൾ തന്നെ അതൊന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്റെ ക്ലാസ് ഒന്നല്ല, അപ്പൊ മൺഡേ ടു ആ ഒരു വീക്ക് കംപ്ലീറ്റ് നിങ്ങൾ തന്നെ അതൊന്ന് ഹാൻഡിൽ ചെയ്തോ. പിന്നെ നെക്സ്റ്റ് വീക്ക് ആള് മാറിയാലും മതി. ഓരോ ക്ലാസ്സിലും സെയിം വ്യത്യസ്ത പ്രെയർ വ്യത്യസ്ത തോട്ടാണെന്നുള്ള വരുന്നില്ല അവിടെ. അതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു ബുദ്ധിമുട്ട് വേണ്ട. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ ചെയ്യല്ലെങ്കിൽ ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ. മിസ് തന്ന അസൈൻമെന്റ് ക്ലാസ്സിലാണ്, നമ്മുടെ ക്ലാസ് റൂമിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? എന്താണ് ശരണ്യ? നമ്മള് അസൈൻമെന്റ് ഉണ്ടല്ലോ ടീച്ചർ തന്നെ, സെയിമിന്റെ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. അത് ഞാൻ ട്യൂസ്ഡേ ഒന്നുകൂടി പറയാം, എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. മിസ് അതപ്പോ ക്ലാസ് റൂമില് ക്വസ്റ്റ്യൻ വന്നാലല്ലേ ടീച്ചറെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നില്ലേ SUPWയുടെ? അതല്ല, അവിടെ ക്വസ്റ്റ്യൻ വന്നാലല്ലേ നമുക്ക് അതിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ ഓക്കെ, അത് ക്വസ്റ്റ്യൻ ഇടണമെങ്കിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. Okay, miss. ഓക്കെ. ആ ഡേറ്റ് 5-ാം തീയതിയാണോ ടീച്ചറെ? 5-ാം തീയതിയാണോ ഡേറ്റ് സബ്മിഷൻ? മിസ് പറഞ്ഞത് May 8. മിസ് May 8 എന്ന് പറയുമ്പോ അതിന് മുമ്പ് ഇടാൻ പറ്റുമോ? അതിന് മുമ്പ് ഞാൻ ട്യൂസ്ഡേ കറക്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാം, എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ശരി, ആയിക്കോളൂ കേട്ടോ. താങ്ക് യു. സൈൻ ഔട്ട് ലൈൻ ഔട്ട് ഉണ്ടോ? Hello. പറഞ്ഞോളൂ. ആരാണ് സൈൻ ഔട്ട്? Miss, ഞാൻ സൈൻ ഔട്ട്. പറയൂ. ഒരു ആൽഫബറ്റ് സോങ് ആണ്, ലെറ്റേഴ്സ് ഇൻ ഹാർമണി. ശരണ്യ ചെയ്യണേ. ശരണ്യ A, B, C and D, wash your face and be ready. E, F, G and S, bring the goat and fill the trough. I, J, K and L, make it fast, draw from well. M, N, O, P and Q, come fast, have this barbecue. R, S, T, U and V, it's always nice and good to be. W, X, Y and Z, that's how we are the alphabet wizard. So good afternoon everyone. Today the class was taken by Adira Miss. The title of the unit is Good Manners. It was the 4th part of the module 1. In this chapter, Miss the teacher deal with good manners. The manners are divided into 4 types: manners with the friend, bathroom manners, bedroom manners and general manners. Teacher take the class very nicely and it was an interesting class. All of the students listen carefully and I hope that all of you understood very well. Thank you Miss and everyone. Thank you. Okay, thank you. Thank you so much. Have a nice day. Then advance happy Easter കേട്ടോ എല്ലാവർക്കും. താങ്ക് യു മിസ്. Happy Easter Miss. താങ്ക് യു മിസ്.